ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഗ്രൂപ്പ് ഡി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു മുൻവർഷ ചോദ്യപേപ്പറാണ്. ഇത് 2018 നടന്ന പരീക്ഷയാണ്. മലയാളം മീഡിയത്തിൽ നടന്ന പരീക്ഷയാണ്. അപ്പോൾ നമുക്കിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. എല്ലാവരും ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് അപേക്ഷിച്ചു എന്നാണ് കരുതുന്നത്. അവസാന തീയതി ഫെബ്രുവരി 22 അപ്പോൾ അതിനു മുമ്പ് എല്ലാവരും അപേക്ഷിക്കുക. അപ്പോൾ ആധാറിനൊക്കെ ചിലർക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ റെഡി ആയാലേ അപേക്ഷിക്കാൻ സാധിക്കൂ. എല്ലാവരും അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഗ്രൂപ്പ് ഡിക്ക് വിവിധ പോസ്റ്റുകൾ വരുന്നുണ്ട്. ആ പോസ്റ്റുകൾ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്കതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. നമുക്കിതിലെ GK, കറണ്ട് അഫയേഴ്സ്, സയൻസ് ഭാഗത്തെ ചോദ്യങ്ങൾ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് പരിമാണമാണ് ചലന ദിശയും അതോടൊപ്പം വേഗതയും വ്യക്തമാക്കുന്നത്? പ്രവേഗം. പ്രവേഗം എന്ന പരിമാണമാണ് ചലന ദിശയും അതോടൊപ്പം വേഗതയും വ്യക്തമാക്കുന്നത്. ബീജങ്ങൾ താൽക്കാലികമായി സംഭരിച്ചിരിക്കുന്നത് ഡാഷിലാണ്. എപ്പിഡിമിസ്. ബീജങ്ങൾ താൽക്കാലികമായി സംഭരിച്ചിരിക്കുന്നത് എപ്പിഡിമിസിൽ ആണ്. 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ദാരിദ്ര്യരേഖ BPL താഴെയുള്ള ശതമാനം എന്താണ്? 22%. 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ദാരിദ്ര്യരേഖ താഴെയുള്ള ശതമാനം 22%. പോസിറ്റീവ് ത്വരണം അർത്ഥമാക്കുന്നത് ഡാഷ് എന്നാണ്. ഒരു വസ്തുവിൻ്റെ പ്രവേഗം വർദ്ധിക്കുന്നു. പോസിറ്റീവ് ത്വരണം എന്നാൽ ഒരു വസ്തുവിൻ്റെ പ്രവേഗം വർദ്ധിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ഏത് രാജ്യത്താണ് 2018 ലോക നഗര സമ്മേളനം വേൾഡ് സിറ്റീസ് സമ്മിറ്റ് സംഘടിപ്പിച്ചത്? സിംഗപ്പൂർ. 2024 അത് സിംഗപ്പൂരിൽ തന്നെയാണ് നടത്തിയത്. ലോക നഗര സമ്മേളനം വേൾഡ് സിറ്റീസ് സമ്മിറ്റ് 2024 സിംഗപ്പൂരിലാണ് സംഘടിപ്പിച്ചത്. PbO + HCl = PbCl2 + H2O എന്ന സമവാക്യം പരിഗണിക്കുക. സമവാക്യം സന്തുലിതമാക്കുന്നതിന് വേണ്ട HClന്റെ മോളുകൾ. 2. സോഡാസിഡ് അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന ലവണം ഡാഷ് ആണ്. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. സോഡാസിഡ് അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന ലവണം സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണ്. ഒരു ബാക്ടീരിയത്തിന് അങ്ങേയറ്റം ചൂടിനെയും വരൾച്ചയെയും വിഷകാരിയായ രാസവസ്തുക്കളെയും പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. ഇത് ഡാഷ് രൂപപ്പെടാൻ കഴിവുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. എൻഡോസ്പോറസ്. ഒരു ബാക്ടീരിയത്തിന് അങ്ങേയറ്റം ചൂടിനെയും വരൾച്ചയെയും വിഷകാരിയായ രാസവസ്തുക്കളെയും പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. ഇത് എൻഡോസ്പോറസ് രൂപപ്പെടാൻ കഴിവുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ബാങ്കുകളുടെ ആന്തരിക നിയന്ത്രണം കൂടുതൽ കർക്കശമാക്കാനായി 30 ഏപ്രിൽ 2018 മുമ്പായി എന്ത് നടപടി സ്വീകരിക്കാനാണ് ബാങ്കുകളോട് റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടത്? സ്വിഫ്റ്റിനെ അവരുടെ കോർ ബാങ്കിംഗ് സൊല്യൂഷനുമായി ബന്ധിപ്പിക്കുവാൻ. CBS. നാഗാലാൻഡിൻ്റെ തലസ്ഥാനം ഏതാണ്? കൊഹിമ. നാഗാലാൻഡിൻ്റെ തലസ്ഥാനം കൊഹിമയാണ്. ഈയിടെ സൗരഭ് ചൗധരി സ്വർണ്ണ മെഡൽ നേടിയത് ഏത് ഗെയിം കായിക ഇനത്തിലാണ്? ഷൂട്ടിംഗ്. സൗരഭ് ചൗധരി ബന്ധപ്പെട്ടിരിക്കുന്നത് ഷൂട്ടിങ്ങുമായാണ്. ശക്തിയായി നാം ഒരു മരത്തിൻ്റെ ശാഖകൾ കുലുക്കുകയാണെങ്കിൽ ഇലകളിൽ ചിലത് മരങ്ങളിൽ വിട്ടുപോന്നേക്കാം. ഇതിന് കാരണം ഡാഷ് ആണ്. ജഡത്വം. ശക്തിയായി നാം ഒരു മരത്തിൻ്റെ ശാഖകൾ കുലുക്കുകയാണെങ്കിൽ ഇലകളിൽ ചിലത് മരത്തിൽ നിന്ന് വിട്ടുപോയേക്കാം. ഇതിന് കാരണം ജഡത്വമാണ്. ബസ്സിൽ നമ്മൾ നിന്ന് സഞ്ചരിക്കുമ്പോൾ ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ പുറകിലേക്ക് വീഴാൻ പോകുന്നതിന് കാരണം ഈ ജഡത്വം തന്നെയാണ്. 5.5 kWh = 19.8 × 10⁻⁶ ജൂൾ. kWh യൂണിറ്റ് ഉള്ളതിനെ ജൂളിലേക്ക് മാറ്റാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ 1-2 വീഡിയോകളിലായി നോക്കിയതാണ്. ആരും മറന്നുപോയിട്ടില്ലെന്നായിരുന്നു. അതെങ്ങനെയാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതായത് kWh ഒരു യൂണിറ്റിനെ ജൂളിലേക്ക് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മൾ മുൻപത്തെ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തതാണ്. എല്ലാവരും പഠിക്കുന്നുണ്ടോ ഓർമ്മയുണ്ടോ എന്നൊക്കെ നോക്കണമല്ലോ. വിഖ്യാതമായ ധ്യാൻചന്ദ് അവാർഡ് ഭാരത സർക്കാർ എന്നു മുതലാണ് നൽകി തുടങ്ങിയത്? 2002. വിഖ്യാതമായ ധ്യാൻചന്ദ് അവാർഡ് ഭാരത സർക്കാർ 2002 മുതലാണ് നൽകി തുടങ്ങിയത്. വൈദ്യുതിയുടെ ചാലകത കണ്ടക്ടിവിറ്റി അടിസ്ഥാനമാക്കി ഇനി പറയുന്ന ഓപ്ഷനിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരെണ്ണം തിരഞ്ഞെടുക്കുക. റബ്ബർ. റബ്ബർ വൈദ്യുതി കടത്തിവിടുന്നില്ല. ഗ്രാഫൈറ്റ്, മനുഷ്യശരീരം, കോപ്പർ ഇതെല്ലാം വൈദ്യുതി കടത്തിവിടുന്നവയാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അടിസ്ഥാനമാക്കിയിരിക്കുന്ന ധ്രുവരേഖ ഡാഷ് ആണ്. 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അടിസ്ഥാനമാക്കിയിരിക്കുന്ന ധ്രുവരേഖ 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശമാണ്. വൈദ്യുതിയുടെ SI യൂണിറ്റ് ആംപിയർ. വൈദ്യുതിയുടെ SI യൂണിറ്റ് ആണ് ആംപിയർ.
ഈയിടെ ഉദ്ഘാടനം ചെയ്ത ശക്തിസ്ഥല എന്ന സൗരോർജ്ജ പാർക്ക് ഇനി പറയുന്ന ഏത് സംസ്ഥാനത്താണ്? കർണാടകം. കർണാടകയിലാണ് ശക്തിസ്ഥല എന്ന സൗരോർജ്ജ പാർക്ക്. 2017 മാർച്ചിൽ നിയമിതയായ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ഇന്ദിര ബാനർജി. ഇപ്പോഴത് KR ശ്രീറാമാണ്. മദ്രാസ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ് KR ശ്രീറാം. ഈ ലോഹങ്ങളിൽ ഏതാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത്? പൊട്ടാസ്യവും സോഡിയവും. പൊട്ടാസ്യവും സോഡിയവും മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. Kയും Na-യും. ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഫോർ ദ ലോ ഓഫ് സീ ITLOS ഇവിടെ ജഡ്ജായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ഡോക്ടർ നീരു ചന്ദ. ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഫോർ ദ ലോ ഓഫ് സീ ITLOS ഇപ്പോഴത്തെ പ്രസിഡന്റ് തോമസ് ഹെയ്ദർ, വൈസ് പ്രസിഡന്റ് നീരു ചന്ദ. നിലത്തേക്ക് വന്നു പതിക്കുന്നതിന് തൊട്ട് മുൻപ് 2 കിലോഗ്രാം പിണ്ഡത്തിന് 400 ജൂൾ ഗതികോർജ്ജമുണ്ടെങ്കിൽ അത് എത്ര ഉയരത്തിൽ നിന്നാണ് അത് താഴേക്കിട്ടത്? G= 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഘർഷണത്തെ അവഗണിക്കുന്നു. അതായത് ഒരു വസ്തു താഴേക്ക് പതിക്കുന്നു, അതിന് 2 കിലോഗ്രാം മാസുണ്ട്, താഴേക്ക് പതിക്കുന്ന 400 ജൂൾ ഗതികോർജ്ജത്തിലാണ്. കൈനറ്റിക് എനർജി. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പൊട്ടൻഷ്യൽ എനർജിയാണ്. കാരണം ഒരു വസ്തു മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നു. അങ്ങനെയുള്ള സമയത്ത് ഈ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആയിരിക്കും. ഈ പൊട്ടൻഷ്യൽ എനർജിയിലാണ് H വെച്ചിട്ടുള്ള, അതായത് ഹൈറ്റ് വെച്ചിട്ടുള്ള ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. പൊട്ടൻഷ്യൽ എനർജി = mgh. M എന്ന് പറയുന്ന മാസ്, G ഗ്രാവിറ്റി, H ഹൈറ്റ്. ഇവിടെ 400 = M എന്ന് പറയുന്നത് 2 ഇൻറ്റു G എന്ന് പറയുന്നത് 10 ഇൻറ്റു H. ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ H = 400/2 ഇൻറ്റു 10. ഈ 10ഉം ഈ 0 വെട്ടിപ്പോയി 20 മീറ്റർ. ഇനി പറയുന്നതിൽ ആരാണ് അറിയപ്പെടുന്ന നീന്തൽ ചാമ്പ്യൻ? സന്ദീപ് സജ്വാൾ. അറിയപ്പെടുന്ന ഒരു നീന്തൽ ചാമ്പ്യനാണ് സന്ദീപ് സജ്വാൾ. നിങ്ങളൊരു ചുരുൾ സ്പ്രിംഗ് അമർത്തി വയ്ക്കുമ്പോൾ അതിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നു. ഇലാസ്തിക സ്ഥാനികോർജ്ജം P = വർദ്ധിക്കുന്നു. നിങ്ങളൊരു ചുരുൾ സ്പ്രിംഗ് അമർത്തി വയ്ക്കുമ്പോൾ അതിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നു. ഇലാസ്തിക സ്ഥാനികോർജ്ജം P = വർദ്ധിക്കുന്നു. അശോകന്റെ ഭരണകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ആധുനിക കാലത്ത് ഡാഷായി മാറിയ കലിംഗയെ കീഴടക്കിയത്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായി. ഒഡീഷ. അശോകന്റെ ഭരണകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ആധുനിക കാലത്ത് ഒഡീഷയായി മാറിയ കലിംഗയെ കീഴടക്കിയത്. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായി. ഒരു ആൽക്കലൈൻ എർത്ത് മെറ്റൽ, ക്ഷാരീയ മൃത്തിക ലോഹങ്ങൾ അല്ലാത്തത് ഏതാണ്? സോഡിയം. ഇതും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയതാണ്. ഗ്രൂപ്പ് 2 വരുന്ന 6 കെമിക്കൽ എലമെൻറ്റ്സ് ആണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്നിവയിൽ അറിയപ്പെടുന്നത്. ബെറീലിയം Be, മഗ്നീഷ്യം Mg, കാൽസ്യം Ca, സ്ട്രോൺഷ്യം Sr, ബേരിയം Ba, റേഡിയം Ri. ഈ 6 എണ്ണമാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്നിവയിൽ അറിയപ്പെടുന്നത്. ഇതൊന്ന് കാണാതെ പഠിച്ചു വയ്ക്കുക, എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ബെറീലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ചെടികളിൽ സൈറ്റോകിനുകൾ ഡാഷ് കോശവിഘടനം പ്രോത്സാഹിപ്പിക്കുന്നു. ചെടികളിൽ സൈറ്റോകിനുകൾ കോശവിഘടനം പ്രോത്സാഹിപ്പിക്കുന്നു. താഴെ കാണുന്ന സംസ്ഥാനങ്ങളിൽ എവിടെയാണ് ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത്? കേരളം. കേരളത്തിലാണ് ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആർക്കാണ് 2015 ഭാരതരത്നം നൽകപ്പെട്ടത്? അടൽ ബിഹാരി വാജ്പേയി. 2015 അടൽ ബിഹാരി വാജ്പേയിക്ക് ഭാരതരത്ന ലഭിച്ചു. 2024 കർപ്പൂരി താക്കൂർ, LK അദ്വാനി, PV നരസിംഹറാവു, ചരൺ സിംഗ്, MS സ്വാമിനാഥൻ എന്നിവർക്ക് ഭാരതരത്നം നൽകപ്പെട്ടു. 2024 ഭാരതരത്നം നൽകപ്പെട്ടത് കർപ്പൂരി താക്കൂർ, LK അദ്വാനി, PV നരസിംഹറാവു, ചരൺ സിംഗ്, MS സ്വാമിനാഥൻ എന്നിവർക്കാണ്. ചുവടെയുള്ളവയിൽ ക്ഷാരത്തിൻ്റെ ഗുണം അല്ലാത്തത് ഏത്? അവ ജലത്തിൽ ഹൈഡ്രജൻ അയോണുകൾ ഉണ്ടാക്കുന്നു. ക്ഷാരത്തിൻ്റെ ഗുണമല്ലാത്ത ഒന്നാണ് അവ ജലത്തിൽ ഹൈഡ്രജൻ അയോൺ ഉണ്ടാക്കുന്നു എന്നത്. അവ കൊഴുപ്പ് പദാർത്ഥത്തെ അലിയിപ്പിക്കുന്നു. അവ ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു. അവയ്ക്ക് സോപ്പ് പോലെ വഴുതുന്ന പോലെയുള്ള സ്വഭാവമുണ്ട്. ഇതെല്ലാം ക്ഷാരത്തിൻ്റെ ഗുണങ്ങളാണ്. ചുവടെയുള്ളവയിൽ ആവർത്തന പട്ടികയുടെ ഭാഗമല്ലാത്തത് ഏത്? കാർസിനോജനുകൾ. ആവർത്തന പട്ടികയുടെ ഭാഗമല്ലാത്തതാണ് കാർസിനോജനുകൾ.
ഹാലജനുകൾ, ആക്ടിനൈഡുകൾ, ലാന്തനൈഡുകൾ. ഇതെല്ലാം ആവർത്തന പട്ടികയുടെ ഭാഗമാണ്. ഇന്ത്യൻ സംഗീത രംഗത്തെ സംഭാവനയ്ക്കായി 2017 ഏത് ഇന്ത്യൻ സിവിലിയൻ പുരസ്കാരമാണ് യേശുദാസിന് സമ്മാനിച്ചത്? പത്മവിഭൂഷൺ. ഇന്ത്യൻ സംഗീത രംഗത്തെ സംഭാവനയ്ക്കായി 2017 പത്മവിഭൂഷൺ പുരസ്കാരമാണ് യേശുദാസിന് സമ്മാനിച്ചത്. സഹജമായ സ്ഥിതിയിൽ ഒരു ലോഹം സന്നിഹിതമാകുന്നത്? ഒരു സ്വതന്ത്ര സ്ഥിതിയിൽ. സഹജമായ സ്ഥിതിയിൽ ഒരു ലോഹം സന്നിഹിതമാകുന്നത് ഒരു സ്വതന്ത്ര സ്ഥിതിയിലാണ്. സൾഫർ ഡയോക്സൈഡിൻ്റെ SO2 ആപേക്ഷിക തന്മാത്ര പിണ്ഡം റിലേറ്റീവ് മോളിക്കുലർ മാസ് ഡാഷാണ്? 64 U. ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? SO2. ഇതിൽ സൾഫറിൻ്റെ ആറ്റോമിക മാസ് എന്ന് പറയുന്നത് 32 ആണ്. ഓക്സിജൻ്റെ 16 ആണ്. സൾഫറിൻ്റെ ഒരാറ്റമാണുള്ളത്. അപ്പോൾ 32 × 1 പ്ലസ് ഓക്സിജൻ്റെ 2 ആറ്റമുണ്ട്. അപ്പോൾ 16 × 2 സിഗൽ ടു 32 പ്ലസ് 16 × 2 32 സിഗൽ ടു 64. 64 U. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഓരോ മൂലകത്തിൻ്റെയും ആറ്റോമിക മാസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. രണ്ടാം ചലന സമവാക്യം സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ സ്ഥാനവും ഡാഷും തമ്മിലുള്ള ബന്ധമാണ്. സമയം. രണ്ടാം ചലന സമവാക്യം സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ സ്ഥാനവും സമയവും തമ്മിലുള്ള ബന്ധമാണ്. ഇന്ത്യയിൽ ദേശീയ ഹിന്ദി ദിനം ആചരിക്കുന്നത് എപ്പോൾ? 14 സെപ്റ്റംബർ. ഇന്ത്യയിൽ ദേശീയ ഹിന്ദി ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 14-നാണ്. ഡാഷയുടെ പ്രത്യുൽപാദന അവയവങ്ങൾ പൂവിൽ തന്നെ കാണുന്നു. ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസിൻ്റെ പ്രത്യുൽപാദന അവയവങ്ങൾ പൂവിൽ തന്നെ കാണപ്പെടുന്നു. പയോങ്ചാങ് ശീതകാല ഒളിമ്പിക്സ് 2018 ഏത് രാജ്യത്താണ് നടന്നത്? ദക്ഷിണ കൊറിയ. 2024 ഫ്രാൻസിൽ നടന്നു. 2026 ഇറ്റലിയിൽ നടക്കാൻ പോകുന്നു. ശീതകാല ഒളിമ്പിക്സ് വിൻ്റർ ഒളിമ്പിക്സ് 2024 ഫ്രാൻസിൽ നടന്നു. 2026 ഇറ്റലിയിൽ നടക്കാൻ പോകുന്നു. സാഹിത്യ അക്കാദമി ആസ്ഥാനം ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ്? ന്യൂഡൽഹി. സാഹിത്യ അക്കാദമി ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. താഴെ കൊടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നേപ്പാളുമായി അതിർത്തി പങ്കിടാത്ത സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. തന്നിരിക്കുന്നതിൽ ഹിമാചൽ പ്രദേശ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നില്ല. ബീഹാർ, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് ഇതെല്ലാം നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നു. കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കുക. ഭരതനാട്യം, ഒഡീസി, കഥകളി, ഹിപ്പ് ഹോപ്പ്. അതിൽ ഹിപ്പ് ഹോപ്പാണ് കൂട്ടത്തിൽ ചേരാത്തത്. ബാക്കിയുള്ള ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളാണ്. ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്നു ഡാഷ്? ഷിംല. ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്നു ഷിംല. ഒരു നിശ്ചിത മാധ്യമത്തിൽ 840 ഹെർട്സ് ആവൃത്തിയും 380 മീറ്റർ/സെക്കൻഡ് വേഗതയുമുള്ള ഒരു ശബ്ദതരംഗത്തിൻ്റെ ദൈർഘ്യം എന്താണ്? 0.45 മീറ്റർ. ഇവയിൽ ഏതാണ് ഏക ആറ്റമുള്ളത്? ആർഗൺ. ആർഗണിനാണ് ഏക ആറ്റമുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മൃഗമാണ് ഫൈലം മോളിക്കയിൽ ഉൾപ്പെടാത്തത്? ആൻറ്റിഡൻ. നീരാളി, ചിറ്റൻ, ഒച്ചുകൾ ഇതെല്ലാം ഫൈലം മോളിക്കയിൽ ഉൾപ്പെടുന്നു. ശബ്ദതരംഗത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷത അല്ലാത്തത് ഇവയിൽ ഏതാണ്? സാന്ദ്രത. ശബ്ദതരംഗത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയല്ല സാന്ദ്രത. ആയത് ആപ്റ്റിറ്റ്യൂഡ്, സ്പീഡ് വേഗത, സമയ കാലയളവും ആവൃത്തിയും. ടൈം പീരീഡ് ആൻഡ് ഫ്രീക്വൻസി ഇതെല്ലാം ശബ്ദതരംഗത്തിൻ്റെ സ്വഭാവ സവിശേഷതകളിൽ പെടുന്നവയാണ്.